ഓക്കെ, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്, ഇതാണ്ട് ബ്രൈഡ്. ഗ്രൂം രേണു സുധി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ, എൻ്റെ ഒറിജിനൽ നെയിം. ഓക്കെ, കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി. എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ബ്ലോഗാന്ന് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പോൾ കുറെ നേരം എന്നെ നോക്കി നിൽക്കുക. അപ്പൊ അങ്ങനെ നോക്കി നിൽക്കുക, അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പൊ എന്നെ നോക്കി നിൽക്കുന്നു. പക്ഷെ എന്തോ ഏട്ടാന്ന് ചോദിച്ചു. ആവട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാ നീ വേറെ കല്യാണം കഴിക്കുവോ? ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ എന്തിനാ ചേട്ടാ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. പിന്നെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ ഇന്നലെ സബ്സ്ക്രൈബൊക്കെ പുതിയ കുറേ ആൾക്കാരൊക്കെ ചെയ്ത് അങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. അത് കണ്ടവരൊക്കെ ഞെട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടവരൊക്കെ അതിലേക്ക് കയറി ഞെട്ടി എന്നുള്ളത് നമുക്ക് വഴിയെ സംസാരിക്കാതെ എന്നുള്ളത്. അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം രേണുവിനെ ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിനൊക്കെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇവന്മാരൊക്കെ ഇട്ട് കൊടുക്കുന്ന ചോദ്യങ്ങളാണ്, പുള്ളിക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഒക്കെയാണ്. അതിലേറെ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഒരു സന്തോഷ വാർത്ത എന്നാന്ന് ചോദിച്ചാൽ രേണുവിൻ്റെ പ്രൊഫൈലും മാറ്റി ഈ ഒരു പെയ്ഡായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പം തൊട്ട് രേണു സുധിയുടെ ഫോട്ടോ മാറ്റി വെച്ച് രേണുവിൻ്റെ തന്നെ ആക്കി. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയട്ടെ. കാര്യം എല്ലാവരും ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ്റെ ഫോട്ടോ മാറ്റിയിട്ടെങ്കിലും നീ നിൻ്റെ തോന്നിവാസങ്ങൾ കാണീര് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ എല്ലാവരും നിൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടുമോ എന്നും ചോദിച്ച് ബഹളം വെച്ച് നടന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഫോട്ടോ മാറ്റിയിട്ട് സ്വന്തം ഫോട്ടോ തന്നെ ഇട്ടു. ഈ പിന്നെയും കുറേ പേര് പറഞ്ഞു നടക്കുന്ന ബഹളങ്ങളുണ്ട്. സുധി എന്നുള്ള പേര് മാറ്റ്, നീ രേഷ്മ തങ്കച്ചൻ എന്നിടത്, വെറുതെ ആ പേര് തന്നെ. അന്നേരം പറഞ്ഞു സുധി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാണ്, ആ ഭർത്താവിൻ്റെ പേര് ഞാൻ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അത് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഫോട്ടോ പ്രൊഫൈൽ മാറ്റിയതെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എന്നെ വന്നിട്ട് മാറ്റിയതെന്നുള്ള വ്യക്തി ഇന്നലെ പ്രൊഫൈൽ മാറ്റി പ്രൊഫൈലൊക്കെ വേറെ ആക്കിയിട്ടുണ്ട്. തുടങ്ങിയ സമയത്ത് സുധിയുടെ തന്നെ ആയിരുന്നിട്ടിരുന്നത്. കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു ആ ഫോട്ടോ മാറ്റി വെച്ച് നിൻ്റെ തോന്നിവാസങ്ങൾ നീ കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതിലേക്ക് പെയ്ഡ് ചെയ്തത് പല ഇതായിട്ട് ഇപ്പോൾ പറയുന്നത്. ആദ്യം 49 രൂപയോ 45 രൂപയോ എങ്ങാണ്ടായിരുന്നു ആദ്യത്തേത്. പിന്നെ അത് 150 ആക്കിയെന്നോ, പിന്നെ എത്രയാണ് 189 99 അങ്ങനെയൊക്കെ ആക്കി ചാർജ് കൂട്ടി എന്നാലും പുള്ളിക്കാരി. ഒറ്റ ദിവസം കൊണ്ട് പുള്ളിക്കാരിക്ക് 1 ലക്ഷം രൂപയോളം കിട്ടിയെന്നാണ് പറയുന്നത് അതിൽ നിന്ന്. അപ്പം ഇതെല്ലാം കണ്ട് ആകാംക്ഷയോടെ ചെന്നവർ കണ്ടത് എന്നാന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഇപ്പോൾ ഈ ഒരു പെയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, ഇത് തന്നെയല്ല ഏതാണല്ലോ നമ്മളിപ്പോൾ ഈ കുക്കു TV അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഓരോ ഇത് ഫേസ്ബുക്കിലൊക്കെ വരുന്നാലും നമ്മളിങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കും. എടുത്ത് വെച്ച് അത് പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്തുനിന്ന് ഇനിയെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. ഒരു കഥയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരോ ആപ്പിൽ കയറും. ഓരോരോ ഇത് ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ മറ്റോരോ തൊഴിലിനെ പറ്റി പഠിക്കാം. അങ്ങനെ ഓരോ ആപ്പുകളുണ്ട്. ചിലപ്പോൾ അവർ പറയും 1 രൂപ നിങ്ങൾ പേ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ദിവസത്തേക്ക് ഫ്രീ ആണ് ഈ 1 രൂപയ്ക്ക് എന്ന് പറയും. ആ 1 രൂപ നമ്മൾ കൊടുത്ത് ചിത്ര ദിവസത്തേക്ക് ഫ്രീ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർക്കും പിന്നെ ആയിരിക്കും 445 രൂപ അങ്ങനെയൊക്കെ അതിന് ചാർജ് വരുന്നത് ഒരു മാസത്തേക്ക്. അപ്പം നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ അത് ചാർജ് ചെയ്തതിന് ശേഷം ഈ 1 രൂപയ്ക്കല്ലേ ചാർജ് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ എന്നുള്ളത് നമ്മൾ ചാർജ് ചെയ്യും. ചാർജ് ചെയ്തതിന് ശേഷം നമ്മളത് പിന്നീട് അത് മൈൻഡ് ചെയ്യില്ല. നമ്മളത് നോക്കി കഴിയുമ്പോൾ ഇത് നമുക്ക് താല്പര്യം തോന്നിയില്ല, എന്നാൽ വേണ്ട, നമ്മളപ്പോൾ 1 രൂപ ചാർജ് ചെയ്ത് എടുത്താൽ നോക്കണം. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. ആ ഒരു ആപ്പ് നമ്മുടെ കിടക്കും. നമ്മൾ ഗൂഗിൾ പേ നിന്നായിരിക്കും ഈ 1 രൂപ ചാർജ് ചെയ്ത് അങ്ങോട്ട്. ഈ 1 രൂപ ചാർജ് ചെയ്തത് പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എല്ലാ മാസവും 400 വെച്ചാണെങ്കിൽ 400, അല്ലെങ്കിൽ 300 ആണെങ്കിൽ 300, ചിലത് 500 ആയിരിക്കും. അങ്ങനെ എത്ര രൂപയാണോ അവർ എമൗണ്ട് വെച്ചേക്കുന്നത് അത് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് തിന്ന് പൊയ്ക്കൊണ്ടിരിക്കും. ഏത് നമ്മുടെ ഈ ലോണൊക്കെ നമ്മൾ എടുക്കുകയല്ലേ, ലോൺ എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പിടിക്കുകയല്ലേ ചെയ്യുന്നത്, അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഓരോ മാസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ അറിയില്ല. നമ്മൾ നോക്കും നമ്മുടെ അക്കൗണ്ടിലെ പൈസ കുറയുന്നു, ഇതെങ്ങനെ കുറയുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതെങ്ങനെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മളെപ്പോഴും ഒരു പ്രാവശ്യം ചെയ്തൊരുതേ ഉള്ളൂ, അങ്ങനെ ഇത് വരുമ്പോൾ എന്ന് ചിന്തിക്കും. പക്ഷേ അതങ്ങനെ വരാതിരിക്കാനുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. നമ്മളിത് കയറി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാലാണ് ഇപ്പോൾ രേണുവിൻ്റെ ഇത് നിങ്ങൾ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങളിപ്പം ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ രേണു ഇനിയിപ്പോൾ 200, 300, 400 എത്രയാണോ പുള്ളിക്കാരി വെക്കുന്നത് നിങ്ങൾ പോലും അറിയാം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടേ. ചിലപ്പോൾ ഇതൊരു ആകാംക്ഷയുടെ പുറത്ത് കാണാൻ കയറിയവരായിരിക്കാം. 45 രൂപയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 49 രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറിയതായിരിക്കാം. ആ കയറിയവരുടെ ഇതിന്ന് പിന്നീട് ഇനി ഇത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിൽക്കുമായിരിക്കും. തീരുമാനിച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ എത്ര രൂപയാണോ ചാർജ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ പോകാതിരിക്കാനുള്ള വഴി പറഞ്ഞുതരാം അവസാനമാട്ടെ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് രേണു കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഹായ്, ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. ഒരുപാട് എന്താ പറയുക
വിവാദങ്ങളൊക്കെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിനോടൊന്നും റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള മറുപടി പറയാനോ ഉള്ള സമയവും ഇല്ല എനിക്കിപ്പം. അതിനുള്ള അവസരത്തിനും അല്ല രേണുസുതി വന്നത്. കുറേ പേരുടെ എന്താ പറയുക പ്രശ്നം, രേണു മാത്രം മതി, സുതി മാറ്റുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് സുതിച്ചേട്ടൻ. ഓക്കെ, ഇതെൻ്റെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റാണ്. നോക്കൂ, അതായത് the 4th schedule C section 13 of the Special Marriage Act 1954 സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്. നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ്. ഓക്കെ, സന്തോഷ് കുമാർ സാഹു മാരേജ് ഓഫീസർ ഫോർ തെങ്ങണ ഹിയർ ബൈ സർട്ടിഫിക്കറ്റ് ഓൺ ദ. ഇത് ഇത്രയും പുള്ളിക്കാരി പറഞ്ഞു, മാരേജ് സർട്ടിഫിക്കറ്റ്. പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ആര് ചോദിക്കുന്നതിനും പ്രതികരണത്തിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, പ്രതികരണത്തിന് നിൽക്കേണ്ട, പിന്നെ അതിന് ഇപ്പോൾ ഒരു ന്യായീകരണം കൊണ്ട് വന്നത് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി കേട്ടോ. ഇത് ഫേക്കാണെന്ന് ചിലർ പറയുന്നുണ്ട്, ഒറിജിനൽ അല്ല എന്നൊക്കെ പലതും പറയുന്നുണ്ട്. നമ്മൾ ഈ സത്യങ്ങളല്ലാത്ത കാര്യങ്ങളാണ് വീണ്ടും തെളിയിക്കാൻ വേണ്ടി നമ്മൾ നടക്കുന്നത്. ഇതെൻ്റെ സത്യമാണ്, ഞാൻ വിവാഹം കഴിച്ചതാണ്, ഇതെൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയും. ആരെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നവർക്ക് എന്നതാ ചെയ്യാൻ മേലാത്തത്, ആർക്ക് എന്നെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ഇടുന്നതിന് വേണം ചെയ്യാം. കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോക്കകത്ത് ഞാനൊരു പേര് മാറ്റി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് വേറൊരു പേരാണ്, നമ്മുടെ ഷബീന ബീബിയുടെ പേരല്ല. അതിനൊരു പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാരോ ഒന്നിച്ച് ഷബീന ബീബിയാണോ നിങ്ങളെ പറഞ്ഞ്? ഷബീന ബീബി എനിക്കറിയാം, ഞാൻ അവരുടെ വീഡിയോസ് കാണുന്നതാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ചില വീഡിയോസ് എടുത്ത് ഞാനും അതിൽ നിന്ന് എടുത്താണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് അവരുടെ പേരത്ര ഓർമ്മക്കേടൊന്നുമില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്ന അവരുടെ പേര്, എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒട്ടും പേരടിച്ച് നോക്കിയിട്ടിട്ട് ഒന്നും വരുന്നില്ല. എനിക്ക് അവരുടെ പേര് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ മറന്നു പോയതാണ്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതും എടുക്കുന്നൊന്നും അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം മറന്നു പോയത്. അവരുടെ പേര് ഞാൻ പറഞ്ഞു, അതിന് എന്നോടത് ഒന്നിച്ച് കുറേ താക്കിയത് പോലെ ഉണ്ട്, സംസാരിച്ച് പോയി. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയണ്ട, ഒരു പേര് പറയുമ്പം തെറ്റാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, പേരെങ്ങനെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, തെറ്റാണോ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അതും കൂടെ ഒന്ന് കേട്ടതിന് ശേഷമേ നിങ്ങൾ കമൻറ്റ് ഇടാവുള്ളൂ കേട്ടോ. അപ്പം ഇത് പറയുന്നുണ്ട്, ഇത് വായിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ വായിക്കുന്നതിനകത്ത് പുള്ളിക്കാരിക്ക് ഒരു തെറ്റ് പറ്റുന്നുണ്ട്. ആ തെറ്റ് തന്നെയാണ് പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൊണ്ട് പറ്റുന്ന നല്ലത്. അത് വായിക്കുന്നത് വന്നൊരു തെറ്റാണ്. പുള്ളിക്കാരി അത് ന്യായീകരിക്കാൻ വേണ്ടി എനിക്കറിയാം, ഞാനത് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം നമ്മളിപ്പോൾ എഴുതിയേക്കുന്നുണ്ട് ചേർന്ന് കിടക്കുന്നത് വായിക്കുമ്പോൾ എങ്ങനെയാണ് തെറ്റ് വരുന്നത്. പുള്ളിക്കാരി ഒരു മനഃപൂർവ്വം പറഞ്ഞത്, അത് മെഴുകാൻ പിന്നെ വരുന്നുണ്ട്. ഇപ്പോൾ അത് ശ്രദ്ധിച്ചാണ് അവർ മനഃപൂർവ്വം പറയുന്നതാണെങ്കിൽ അവരൊന്ന് ചിരിച്ചേനെ. അവരത് ചിരിക്കുക പോലും ചെയ്ത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് വായിക്കുന്നത്. ഇനിയുള്ളത് കേട്ടോണേ. Hereby certificate on the 17th day of May 28 Sudhi Shivadasan Das Valiyavala Vadakkedil Mangadi PO address presence of 3 witness who has signed അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വാസ് കണ്ടോ. ഓക്കെ, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്, ഇതാണ്ട് ബ്രൈഡ്. ഗ്രൂം രേണുസുതി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ, എൻ്റെ ഒറിജിനൽ നെയിം. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റാണ് ഇത് ഞങ്ങളുടെ, മനസ്സിലായോ? അപ്പം എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട് സുധിച്ചേട്ടൻ്റെ പേര് പറയാൻ. ഇപ്പോഴും കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. സോ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണു സുധിക്ക് എന്നും, അതായത് സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം സുധിച്ചേട്ടൻ്റെ പേര് യൂസ് ചെയ്യാനുള്ള അവകാശം എനിക്ക് ഓൾറെഡി ഇന്ത്യൻ ആക്ട് പ്രകാരം, സ്പെഷ്യൽ ആക്ട്, മാരേജ് ആക്ട് പ്രകാരം എനിക്ക് തന്നിട്ടുള്ള അവകാശമാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ കുറച്ചൊന്ന് അടങ്ങും. ഇതിൽ എനിക്കുള്ളൊരു സംശയം ഞാൻ പറയാം. ഇപ്പം നമ്മളൊരു സാധനം വായിക്കുന്നു പുള്ളിക്കാരി ബാക്കി വായിച്ചതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് വേറെ ആർക്കെങ്കിലും ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതിയേക്കുന്നത് ആദ്യം തന്നെ പുള്ളിക്കാരി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വധുവിൻ്റെ പേര് പറയേണ്ടടുത്ത് വരൻ്റെ പേര് പറയേണ്ടടുത്ത് വധുവിൻ്റെ പേരും പറഞ്ഞു. ഓക്കെ, അതിനെ തിരിച്ച് പറഞ്ഞു തന്നിട്ടിരിക്കട്ടെ. പുള്ളിക്കാരി എന്നിട്ട് ഈ രേഷ്മ പി തങ്കച്ചൻ വായിക്കേണ്ടതിന് വരെ രേണുസുതി എന്നാണല്ലോ വായിച്ചത്. നമ്മളിപ്പോൾ ഒരു കാര്യം നോക്കുമ്പം അതിനകത്ത് കിടക്കുന്ന പേരല്ലേ നമ്മൾ വായിക്കുന്നത്, അല്ലേ? ഞാൻ ഇപ്പം എല്ലാവരും പറഞ്ഞത് ജീന ബാബു എന്നാണ് എന്നെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ ജീന ജോയി എന്നാണ് വരുന്നത്. ഈ ജീന ജോയി എന്നുള്ള പേര് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അതിൽ കിടക്കുന്നതല്ലേ വായിക്കുന്നത്. എൻ്റെ ആധാറിലൊക്കെ ജീന ജോയി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ലേ അത് കിടക്കേണ്ടത്. അപ്പോൾ ഈ ജീന ജോയി എന്ന് വായിക്കാതെ ഞാനത് ജീന ബാബു എന്ന് വായിച്ചാൽ അതിൽ എഴുതിയേക്കുന്നല്ലല്ലോ നമ്മളിപ്പോൾ വായിക്കുന്നത്. അത് തന്നെ കള്ളത്തരമാണ് പുള്ളിക്കാരി കാണിക്കുന്നത്. പിന്നെ ഇതാരെ ബോധിപ്പിക്കാനാണ്? ഇവരുടെ ഭർത്താവാണെങ്കിൽ ആണ്. എന്നോട് ഇപ്പോൾ ഒരാൾ പറയാം മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞാൽ പോയി പണി നോക്കാൻ ഞാൻ പറയും. അതെനിക്ക് കാണിക്കേണ്ടത് കാണിച്ചാൽ മതി. അല്ലാതെ നാട്ടുകാരെ മൊത്തം പൊക്കി പിടിച്ച് ഞാൻ കല്യാണം കഴിച്ചാണ്, ഇത് കണ്ടോ എൻ്റെ ഭർത്താവ് ഇതാണ്, എൻ്റെ പേര് ഇതാണെന്നുകൊണ്ട് എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല.
പുള്ളിക്കാരി പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും പ്രതികരിക്കുകയില്ല, ഞാൻ ഒന്നിനും വരുന്നില്ല, എന്നെ ഇവിടെ ഒന്ന് നുള്ളി നോയിച്ചാൽ എനിക്ക് നോക്കും, എന്നെ ഇവിടെ ഒന്ന് അടിച്ചാൽ എനിക്ക് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി വരുന്നുണ്ട്. ഇത് അടിക്കുകയും പിച്ചുകയൊന്നും ചെയ്തില്ലേലും ഇത് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനമാണ്, എൻ്റെ ഒരു സംശയം പോലെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്കാർക്കാലും പിന്നെ ഇത് പറഞ്ഞത് പുള്ളിക്കാരി വായിച്ച തെറ്റാണ്. തെറ്റ് വായിച്ചേച്ച് പുള്ളിക്കാരി പിന്നെ അത് ന്യായീകരിക്കാൻ വരുന്നൊരു വരവുണ്ടേ. സുധിയേട്ടന്റെ പേരിന്റെ കുറെ പേര് വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മാറ്റുന്നു. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് എനിക്ക്. പക്ഷെ എന്നാലും അങ്ങ് പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ട് ട്രോളട്ടെ എന്ന് ഓർത്തിട്ട്. കണ്ടന്റ് ആവട്ടെ, എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂമും ഗ്രൂമും. സുധിച്ചേട്ടനെ ഞാൻ ബ്രൈഡുമാക്കി. എന്നെ അതിന്റെ താഴെ കുറെ കമന്റ് വന്നായിരുന്നു, അത് അങ്ങനെ തന്നെയാണ്, ഇവളുടെ ഭർത്താവും സുധി ഭാര്യയുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ അവരാ വായിച്ചത് ഇവർക്ക് ഓക്കെ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഒന്നെങ്കിൽ ഇവരുടെ ഇരുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനലല്ല, അത് വേറെ ആരുടെയാണ്, അതാണ് പേര് തെറ്റിപ്പോയത്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാപ്പാടമാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ പേരോ വേറൊരാളുടെ പേര് എഴുതിക്കുന്നത് നമുക്കത് മാറ്റി നമ്മുടെ ഭർത്താവിൻ്റെ പേരോ അഡ്രസ്സോ ഒക്കെ നമുക്കത് പറയാം, നമുക്ക് അഡ്രസ്സൊക്കെ കാണാതറിയാമെങ്കിൽ. ബാക്കി താഴോട്ട് വായിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ടച്ച് വിട്ടുപോയ സമയത്താണ് പുള്ളിക്കാരി നമ്മൾ ഈ പറയുമ്പോൾ നോക്കി വായിക്കുന്നതും മനസ്സിലാലോചിച്ച് പറയുന്നതും രണ്ടും രണ്ടാണ്. ആ ഒരു കാര്യങ്ങൾ നമ്മളിപ്പം ഒരു കാര്യം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിക്കോട്ടെ, നമ്മളത് നോക്കി വായിക്കുമ്പോൾ അതിനൊരു വ്യത്യാസം വരും. നമ്മൾ മനസ്സിലത് ആലോചിച്ച് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി വ്യത്യാസങ്ങൾ വന്നേക്കും, ഇല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. പുള്ളിക്കാരി പറഞ്ഞു കേട്ടോ, ഞാൻ കണ്ടന്റ് ഇട്ട് കൊടുത്തതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് അത് യൂട്യൂബേഴ്സ് ഒന്നും എടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടില്ല. ഇനി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടതിനകത്ത് പക്ഷേ കമൻറ്റ് വേണേൽ വന്ന് കാണുമായിരിക്കും. കാര്യം ഇത് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനും പെട്ടെന്ന് ശ്രദ്ധിക്കും ആ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഇനി പുള്ളിക്കാരോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഈ പൊട്ടനൊക്കെ എന്നാ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാത്തത്. ആക്ട്രസസ് ആയാലും അവർക്കൊക്കെ ഒരു സിനിമ ചെയ്യുന്നു, 2 സിനിമ ചെയ്യുന്നു, പിന്നെ അവരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ രേണു സുധി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് രേണു അങ്ങനെ സാധിക്കുന്നതിന് മെയിൻ കാരണം നമ്മൾ എന്ത് കേട്ടാലും നമ്മൾ തളരുന്നില്ല, അത് ഒന്നാമത്തെ കാര്യം. മനസ്സിലായോ? നമ്മള് കുറെ ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ ഒരു പെണ്ണ്, ചേച്ചി ഒന്ന് എന്നോട് മിണ്ട്, ഞാൻ ആകെ ഡൗൺ ആണ്, എനിക്ക് ആരാന്ന് പോലും അറിയില്ല, റിക്വസ്റ്റ്, ചേച്ചി ഒന്ന് മിണ്ട് പ്ലീസ്, ചേച്ചി എന്നെ ഒന്ന് വിളിക്ക്, ഞാനിപ്പോ ആകെ ഡൗൺ ആണ്. ചേച്ചിയുടെ ഓരോ റീൽസും ചേച്ചിയുടെ ഓരോ സംസാരവും ചേച്ചിയെ കാണുമ്പോഴാണ് ഞാനൊന്ന് പോസിറ്റീവ് ആകുന്നത്. ഇത്ര ആൾക്കാർ ആട്ടുകയും തൊപ്പുകയും ചെയ്തിട്ട് ചേച്ചി എന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണമെങ്കിൽ പിടിച്ച് നിൽക്കണം. ചേച്ചിയുടെ ഗഡ്സ് വേറെയാണ്. ഒന്ന് വേണ്ടി ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിക്ക് ഞാനിപ്പം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളൊക്കെ ചേട്ടൻ കയറി വന്നത്. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത് പറയാനുള്ള കാര്യം, പുള്ളിക്കാരി പറയുന്നു ആ ചോദിച്ചു സിനിമാ ഫീൽഡിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഔട്ടായി പോകുന്നു. ഇപ്പോഴുള്ള നായികമാരെല്ലാം ഔട്ടായി പോകുന്നുള്ളൂ. പണ്ടുള്ള ഉർവശി, ശോഭന, പാർവതി, പിന്നെ അംബിക, അതുപോലുള്ള എത്രയോ നടിമാർ, ശാരദ, ഷീല, ഇവരൊക്കെ എന്തോരം പടങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് അവരൊക്കെ ഔട്ടായി പോയായിരുന്നു. അഭിനയിക്കാൻ കഴിവുള്ളവർ എപ്പോഴും പിടിച്ചു നിന്നിട്ട് തന്നെയുണ്ട്, എപ്പോഴും പിടിച്ചില്ല. പിന്നെ ഇത് നിൽക്കുന്നെന്ന് പറഞ്ഞ് എൻ്റെ നിൽക്കുന്ന പറഞ്ഞ് നെഗറ്റീവ് കാണിച്ച് വൈറലായി നിൽക്കുന്നത്. കൊള്ളാം, ഏതെങ്കിലും ഒരു ആൽബം ചെയ്ത് നല്ലപോലെ അഭിനയിച്ച് അത് കൊള്ളാം, അവരുടെ അഭിനയം നല്ല രസമുണ്ട്, അല്ലെങ്കിൽ അവർ നല്ല ഒരു ആക്ടറാണ് എന്ന് നമ്മൾ പറഞ്ഞ് അവർ നല്ലൊരു അഭിനയിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞ് കണ്ട് ഏതെങ്കിലും ഒരു ആൽബം ഉണ്ടോ, ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു റീലാണെങ്കിലും പുള്ളിക്കാരി എടുത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം പുള്ളിക്കാരി കൊകനെ കുത്തുന്നതായിരുന്നു ആദ്യം മൊത്തം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഇച്ചിരിയൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളൂ. എന്തൊക്കെയോ നേടി, എന്നതൊക്കെയോ ആണ് എന്നുള്ളത്. ആകെപ്പാടെ പുള്ളിക്കാരിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഓവർ വണ്ണമില്ല. അത് മാത്രമാണ് പുള്ളിക്കാരിക്കുള്ളൊരു പോസിറ്റീവ് എന്ന് പറയാനായിട്ട്. അല്ലാതെ അഭിനയിക്കാനൊരു കഴിവില്ല. തുറന്നാൽ കൊള്ളാമെന്ന് ഒരു വർത്തമാനം ഇവരുടെ വായിന്ന് വരില്ല. പൊട്ടത്തരവും വേണ്ടാത്ത വർത്തമാനങ്ങൾ മാത്രം ഇവരുടെ വായിന്ന്, ഡബിൾ മീനിങ് മാത്രം ഇവരുടെ വായിന്ന് വരുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഇപ്പോഴുള്ള നായികമാരെന്ന് പറഞ്ഞാൽ സംഗീത വർമ്മ, അവരെത്ര നാൾ നിന്നു, ആനി, അവരെത്ര നാൾ ഒന്ന് ചിപ്പി, ഇവരൊക്കെ എന്തോരം പടങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ വിവാഹം കഴിച്ചാണ് ഇവിടുന്ന് മാറിപ്പോകുന്നത്, അല്ലാതെ ഇവരൊക്കെ ഔട്ടായി പോകുന്നതല്ല. മഞ്ജു വാര്യർ എങ്ങനെ തിളങ്ങി നിന്ന നടിയാണ്. കാവ്യ മാധവൻ, ഇവരൊക്കെ അഭിനയിച്ച് നിന്നവരാണ്. വിവാഹത്തോടു കൂടി ഇവരൊക്കെ മാറിപ്പോയവരാണ്, അല്ലാതെ ആരും ഇങ്ങനെ ഔട്ടാക്കി വിട്ടതല്ല അവരെ. ഇവരൊന്നും പാർവതിയൊന്നും ആരും ഔട്ടാക്കി വിട്ടതല്ല. ഉർവശി മാത്രമുള്ള അന്ന് ഇന്നുമൊക്കെ മീന, ഇവരൊക്കെ ഉള്ളു ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നത്.
പിടിച്ചു നിൽക്കുന്ന പറഞ്ഞാൽ അവരിപ്പോഴും അഭിനയിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ കുടുംബം കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് അവരങ്ങ് ഒതുങ്ങി അങ്ങ് മാറിയേക്കുവാണ്. ഇവർക്കാർക്കും ഇതിലേക്ക് പിന്നെ വരാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് എല്ലാവരും പോയത്. അല്ലാതെ ആരെയും ഓടിച്ചു വിട്ടതല്ല ഈ ഫീൽഡിൽ നിന്ന്. ഇവനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ തോന്നും ലോകത്തിലെ ആദ്യത്തെ നായികയും ആദ്യത്തെ അപ്സരസുമാണെന്ന് തോന്നും ഇവളെ കണ്ടാൽ. അങ്ങനെ ഇവന്മാരാണ് ഇവളെ ഇത്രയും അഹങ്കാരികളാക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിച്ച് എത്രയോ നടിമാരെ ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയ ഒരുപാട് പേരുകൾ കാണും, ഒരുപാട് നടിമാരുടെ പേരുകൾ കാണും ഞാൻ പറയാൻ വിട്ടുപോയത്. ഒത്തിരി പേര് അവരെല്ലാം അവരുടെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് പഠിക്കാൻ മാറിപ്പോകുമോ, അല്ലെങ്കിൽ നല്ല കഥകളില്ലാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഉള്ള വേഷങ്ങളില്ലാതെ വരുമ്പോൾ അങ്ങനെയാണ് സിനിമാ ഫീൽഡിൽ ഓരോരുത്തർ മാറിപ്പോയിട്ടുള്ളത്. അല്ലാതെ ആരും എടുത്ത് കളഞ്ഞതായിട്ട് എനിക്ക് മിക്ക നടിമാരും നല്ല ഇതായിട്ട് തന്നെ ഫെയിമായിട്ട് കയറി വന്നവർ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പിടിച്ചു നിൽക്കുന്നത് തൊലിക്കെട്ടി കൊണ്ട് മാത്രമാണ് കാര്യം. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോലത്തിന് നിങ്ങളെ പറയുന്ന വാക്കുകൾ കേട്ടാൽ തൊലിക്കെട്ടി എന്ന് പറയാൻ ഭയങ്കരമാണ്. അതുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പിടിച്ച്. സത്യമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും പിടിച്ചിരിക്കുകയല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വേറെ ആരാണെങ്കിലും ഇത്രയും കോലം ചിലപ്പോൾ കാണിച്ചെന്ന് വരികയല്ല, മാന്യമായിട്ട് വന്നിച്ചായിരിക്കും അവർ പോകുന്നത്. നിങ്ങളിത് രണ്ടും കൽപ്പിച്ച് വന്ന് ചാടിയേക്കുന്നതാണ് ഇതിനകത്തോട്ട്. ഇപ്പം വന്ന് പൊങ്ങച്ചത്തിൻ്റെ അങ്ങേ അറ്റമായിട്ടുണ്ട് പുള്ളിക്കാർ. നമ്മുടെയൊക്കെ തന്നെ നര വരുന്നത് പ്രായമാകുന്നതിൻ്റെയാണ് നര വരുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എണ്ണയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറയാം. ബാംഗ്ലൂർ പോകുന്ന എല്ലാവരുടെയും തലമുടി നരയ്ക്കുമോ? എല്ലാവരും തലമുടി. അതിന് താഴെ കുറേ പേര് കമൻറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ചേച്ചി 30 വർഷമായിക്കൊണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്നവരെ ഞങ്ങളുടെ തലമുടി നരച്ചിട്ടില്ല. പുള്ളിക്കാരി കുറച്ച് നാൾ പുള്ളിക്കാരിനെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല, ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. ഏത് ബിഗ് ബോസിൽ വന്നപ്പോൾ ഒരു ഹോസ്റ്റലിൽ പോലും നിന്നിട്ടില്ല ലാലേട്ട എന്ന് പറയുന്ന പുള്ളിക്കാരി ഇപ്പോൾ ബാംഗ്ലൂർ വരെ പോയി പഠിത്തം കഴിഞ്ഞു. ബാംഗ്ലൂർ വരെ പഠിത്തത്തിൻ്റെ അങ്ങ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞില്ലേ. ഇപ്പോൾ പുള്ളിക്കാരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ തങ്കച്ചിൻ്റെ ഒന്നും ആ ഒരു ചങ്ങനാശ്ശേരി ഇവിടെ പോയി അവിടെ താമസിച്ച മൈൻഡേ അല്ല ഇവർക്ക്. ഇവർ ഇപ്പം അങ്ങ് അമേരിക്കയിലൊക്കെ ഭയങ്കര സായിപ്പിൻ്റെ കൂടെയൊക്കെ നിർണയിച്ച് വന്ന ഒരുമാതിരി ഭയങ്കര വെസ്റ്റേൺ സ്റ്റൈലാണ് പുള്ളിക്കാരി. വാ തുറന്നാൽ പറഞ്ഞ് പുള്ളിക്കാരി നിൽക്കും കുറച്ച് കഴിയുമ്പോൾ കണി കച്ചറ വർത്താനം പിന്നെ വായിന്നങ്ങ് വരാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രേണുസുതി തന്നെയാണെന്നുള്ളത്. ഇത് പറയുന്നത് കേട്ടോണേ. ബാംഗ്ലൂരിലെ വെള്ളം ഞാൻ 18-17 വയസ്സിൽ ബാംഗ്ലൂർ പോയായിരുന്നു. 18 വയസ്സിൽ. അപ്പം ഈ ഹാഫേ ഉള്ളൂ നേരെ, കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം ബ്ലാക്ക് കളറാണ്. അവിടുത്തെ വെള്ളത്തിന് പഞ്ഞി പോലത്തെ നാസിന്റെ പഞ്ഞി പോലെ നമ്മുടെ തലയിൽ വരുന്നുണ്ട് വെള്ളം. ഭയങ്കര ഏതാണ്ട് വലിയ സംഭവം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ആ പുറകെ നിന്ന് ചോദിക്കുന്നതിനായിട്ട് വേണം ഒരെണ്ണം കൊടുക്കാനായിട്ട്. നല്ല അവൻ്റെ പുറകെ നിറയെ കൊടുക്കാൻ കഴിയില്ല. അവർ ഈ ചോദ്യം അങ്ങ് നിൽക്കും. പിന്നെ രേണു കുറേ നാളൊക്കെ മുന്നേ ഓരോ കഥകളും ഓരോ സമയത്തും വരുന്നുണ്ടായിരുന്നു. അന്നും വരുന്നുണ്ട്, ഇന്നും വരുന്നുണ്ട്. ഈ ഒരു കഥയെ നമുക്ക്, പക്ഷേ ഈ കഥയേക്കാളേറെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ രേണുവിൻ്റെ രൂപം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അത് കുറച്ച് ദിവസം മുന്നേ ആണ് ഇന്നസെന്റ് ഏട്ടൻ മരിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇരുന്ന് കാണുക, ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുക വേട്ട. അപ്പം ഞാൻ ചോദിച്ചു എന്നെ ഏട്ടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്? ഇല്ല വേട്ടാ, ഭയങ്കര വിഷമം, ഒരുമിച്ച് അഭിനയിച്ചൊക്കെ അല്ലേ, ഭയങ്കര വിഷമാ. ഇങ്ങനെ അല്ലാടി പാവട്ടെ, ഇപ്പം നടന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ. ഞാൻ എന്തുവാട്ടെ ഇങ്ങനെ, കുറച്ചു നേരമല്ലേ കണ്ടിട്ട് മതി എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പോൾ കുറേ നേരം എന്നെ നോക്കി നിൽക്കുക. അപ്പം അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പം ഇനി നോക്കി നിൽക്കുന്നു. പക്ഷെ എന്തുവായിട്ടാന്ന് ചോദിച്ചു. പാവട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ എന്തിനാ, ചേട്ടൻ പ്രായം ചെന്നിട്ടല്ലേ മരിക്കുന്നത്, അപ്പോഴും ഞാനും പ്രായമാവുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്, കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടാ, ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും, അപ്പം ഞാൻ ഓർത്ത ഏട്ടൻ വേറെ ശ്രദ്ധയായിരിക്കുന്നത്. അപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എനിക്കിട്ട് തന്നെ നോക്കും ഏട്ടൻ. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു ഇതെന്നെ പതിവില്ല, അതെന്നെ പറ്റി. ഇല്ല പാവട്ടാ, കല്യാണം കഴിക്കണ്ട കേട്ടോ. വാവൂട്ടനോട് പറഞ്ഞതാ കല്യാണം കഴിക്കണ്ടെന്ന്. പക്ഷെ വാവൂട്ടൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യാന്നും പറഞ്ഞ വാവൂട്ടൻ നടക്കുന്നത്. വാവൂട്ടൻ തുഴഞ്ഞ് മടുത്തെന്നാണ് പറയുന്നത്. വാവൂട്ടൻ ഇനി തുഴയാൻ വയ്യെന്നാണ് പറയുന്നത്. വാവൂട്ടന് ഇതിൻ്റെ ഇടയ്ക്ക് മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, ഹിന്ദുവായി, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ, പിന്നെ അല്ലാതൊരു രഹസ്യ കാമുകനായി, ഇങ്ങനെ എന്നതെല്ലാം കാര്യങ്ങൾ ഈ വാവൂട്ടൻ തന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു മിലിറ്ററിക്കാരൻ്റെ കാര്യമാണ്. ഇതൊക്കെ ആരെങ്ങനെ അറിയുന്നു എന്ന് ചോദിക്കുന്നത്. ഇതാരും എങ്ങനെ അറിയുന്നതല്ല, ഈ കൂടെ നിൽക്കുന്നവൻ്റെ ഇതിലോട്ട് കൊടുക്കും, അവനാണ് ഇത് എടുത്തിട്ട് ചോദിക്കുന്നത്. അല്ലാതെ ഇത് ഒരു കമൻറ്റ് ബോക്സിൽ വരുന്നതോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ മീഡിയക്കാരോ ചെയ്യുന്നതല്ല. ഇവർ ഒരു കാമുകന്മാരെ കണ്ടുപിടിക്കുന്നില്ല, ഇവർ തന്നെ കൊണ്ടുവരുന്ന എല്ലാം അദൃശ്യമാണേ ഉള്ളൂ, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പുള്ളിക്കാരിയുടെ സങ്കല്പത്തിലുള്ള കാമുകന്മാരാണ് ഇതെല്ലാം. അല്ലാതെ ഇങ്ങനെ ഒറിജിനലായിട്ടൊരു കാമുകനോ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനോ അങ്ങനെ ഒന്നുമില്ല ഇവർക്ക്. ഇവർ ആ ഒരു കാമുകൻ എന്ന് പറയാനായിട്ടില്ല. പുള്ളിക്കാരി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതും ചെറിയ പൊസിഷൻ ഉള്ളവരൊന്നും അല്ല, നല്ല ഹൈ പൊസിഷൻ ഉള്ളവരെയൊക്കെ പുള്ളിക്കാരി പറയുള്ളൂ. പിന്നെ ഈ നാട്ടിലുള്ള ആരെയല്ല പുള്ളിക്കാരി പറയുന്നത്, അങ്ങ് UK അവിടെയൊക്കെ ഉള്ളവരൊക്കെയാണ് പുള്ളിക്കാരി വേണ്ടി കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾ കാമുകന്മാരെന്ന് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് നേരിട്ട് നോക്കിയാൽ എത്ര പേര് പ്രപ്പോസ് ചെയ്യുമെന്ന്, അല്ല എത്ര പേര് ഇപ്പോൾ രേണുവിനെ കണ്ടാൽ പ്രപ്പോസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വീഡിയോയിൽ കാണുന്നല്ല, നേരിട്ട് കണ്ടാൽ 10 വരുന്ന 10 പേരും എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന്. ഇതൊക്കെയാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ. പുള്ളിക്ക് മറ്റേ
കഴുത കരഞ്ഞ് കാമം തീർക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് പുള്ളിക്കാരിയുടെ അവസ്ഥ. പുള്ളിക്കാരി ഇതെല്ലാം പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് തീർക്കുവാണ് പുള്ളിക്കാരുടെ ഉള്ളിലെ വികാരങ്ങളും വേദനകളും എല്ലാം. അത് ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം. എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട്. ആ ഒരു വ്യത്യാസം തന്നെ കണ്ടോ, പഴയ രേണുവിൽ നിന്നുള്ള മാറ്റം കണ്ടോ. ഇതിനകത്ത് പറയുന്നുണ്ട്, രേണുവിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടേച്ച് ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഭർത്താവ് മരിച്ചെന്ന് വെച്ച് മുറിക്കുള്ളിൽ ഇരിക്കണമെന്ന് ഒന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ DP എങ്കിലും മാറ്റിക്കൂടെ. കാര്യം ഈ പുതിയതായിട്ട് തുടങ്ങിയതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് പറഞ്ഞത്. പെയ്ഡ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. ഇത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞാണ് ആ DP. പക്ഷെ അതെന്തോ പുള്ളിക്കാരി അനുസരിച്ച് കേട്ടോ. പുള്ളിക്കാരി സാധാരണ എല്ലാവരും പറഞ്ഞ് അതിനെതിരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരിക്ക് തോന്നിക്കാണുമായിരിക്കും സുധീയുടെ ഫോട്ടോ വെച്ചാൽ ആളുകൾ ഒരുപാട് വരികയില്ല, പുള്ളിക്കാരുടെ ഫോട്ടോ വെച്ചാലേ വരുള്ളൂ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ആ പ്രൊഫൈൽ അങ്ങ് മാറ്റി ഇപ്പോൾ പുള്ളിക്കാരുടെ ഒരു പ്രൊഫൈലാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇട്ടേക്കുന്ന പ്രൊഫൈലൊക്കെ കൊള്ളാം കേട്ടോ, നല്ലൊരു ഫോട്ടോയാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ ഡാനിയുടെ വീഡിയോയ്ക്ക് എത്ര കാണിക്കുന്നുണ്ടോ, അമ്പലത്തിലെ പരിപാടിക്ക് പോകുന്നു, അതിന് മുമ്പ് ചിക്കനും ഒക്കെ കഴിച്ചേച്ച് ഒക്കെ പോകുന്നു, അവിടെ പോയി വിളക്ക് കത്തീരും ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അമ്പലത്തിൻ്റെ അവിടെ പോയി തൊഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീൻ, ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചേച്ച് നമ്മളൊരിക്കലും മുട്ട പോലും കഴിച്ചാൽ അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിന് അങ്ങോട്ട് കയറാൻ പോകത്തില്ല. കാര്യം നമ്മുടെ മനസ്സിനൊരിതാണ്. അതുപോലെ പിന്നെ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് സ്വയം ഒരിതാണ്, നമ്മളങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെ അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ പുള്ളിക്കാരി പറയുന്നുണ്ട്, അന്ന് പുള്ളിക്കാരി ഒരു പ്രാവശ്യം അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നു, ചിക്കനും ഒക്കെ വലിച്ചു വാരി തിന്നേച്ച് പോകുന്നതായിട്ട് കാണിക്കുന്നത്. എന്നാൽ ഈ പോകുന്നിടത്തല്ലേ ക്യാമറ തൂക്കി ഇടാതിരുന്നാലെങ്കിലും മറ്റുള്ളവരെങ്കിലും വല്ലതും പറയാതിരിക്കും. ഈ അമ്പലത്തിൽ കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക, ഇതെങ്ങനെയൊക്കെയാണ് കാണിച്ചേച്ച് വരുന്നതെന്നും കൂടെ ഉള്ളത്. പിന്നെ പറയാനുള്ള എന്നാന്ന് ചോദിച്ചാൽ അന്ന് ഒരിക്കലും ഇവർ അമ്പലത്തിൽ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് വെച്ചു, അമ്പലത്തിൽ രേണുസുതി വന്നെന്നും പറഞ്ഞ് ഭയങ്കര അത് വിവാദം ഉണ്ടാവുമെന്നൊക്കെ. അതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്, അല്ലാതെ ആരും അത് വലിയ വിവാദം ഇങ്ങനെയൊക്കെ കാണിച്ച് ചിലപ്പോൾ വിവാദം ഉണ്ടാവും. ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് ചെന്ന് അമ്പലത്തിൽ ചെന്ന് കയറിയാൽ ചിലപ്പോൾ വിവാദം ഉണ്ടാവും. അല്ലാതൊന്നും ആരും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല. ഒരു കലാകാരന്മാരും ഒരിക്കലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഒരിടത്ത് വന്നാൽ, ഒരു അമ്പലത്തിൽ വന്നാൽ ആരും അവരുടെ ജാതിയോ കാര്യങ്ങളോ ചോദിച്ചിട്ടല്ല അവിടെ പ്രോഗ്രാം നടത്തുന്നത്. അത് ഇവർ ചുമ്മാ ഉണ്ടാക്കിയതാണ്, ഇവർ വെറുതെ ഓരോന്നെടുത്ത് ഇടുന്നതാണ്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും വലിയ മൈൻഡ് കൊടുത്തില്ല ആരും. അന്ന് പറഞ്ഞു കലാകാരന്മാർക്ക് ദൈവങ്ങളെല്ലാം ഒരുപോലെയാണ്, എല്ലാ ദൈവവും അവർക്ക് ദൈവങ്ങളെ എല്ലാം ഒരുപോലെയുള്ളൂ, അല്ലാതെ അമ്പലമെന്നോ പള്ളിയെന്നോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, ആദ്യമല്ല അവസാനം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാണ്, അതുകൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് പൊങ്കാല ഇടുന്നില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, കൃപാസനത്തിൽ പോകുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണോ? ഒരിക്കലുമല്ല, ഹിന്ദുക്കൾ പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. മണ്ണാർക്കാട് പള്ളിയിൽ 8 നോയമ്പെടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഹിന്ദുക്കളാണ്, ഇല്ലേ? ഞാൻ ക്രിസ്ത്യനായിരുന്ന ഞാൻ ഒരിക്കലും 8 നോയമ്പ് എടുത്തിട്ടുള്ള സത്യം ഞാൻ പറയും. എൻ്റെ വീട്ടിൽ വെച്ച് ഒരിക്കൽ പോലും ഞാൻ 8 നോയമ്പ് എടുത്തില്ല. കാര്യം 8 നോയമ്പ് എടുക്കും, കുറച്ച് ദിവസമൊക്കെ എടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് മീൻ ഇറച്ചി കാണുമ്പോഴത്തേക്ക് അത് കഴിക്കും. വീട്ടിൽ അമ്മയാണ് എപ്പോഴും 8 നോയമ്പ് എടുക്കുന്നത്. ഇങ്ങോട്ട് വീട്ടിൽ ഞങ്ങൾ വേറെ ആരും എടുക്കുന്നില്ല. വെല്ലുമിച്ച് അവരൊക്കെ എടുക്കാണ്ട് നമ്മുടെ ചേച്ചിയും നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ എല്ലാ മക്കളും അവരെല്ലാവരും എടുക്കും. കൊച്ചു പിള്ളേർ വരെ 8 നോയമ്പ് എടുക്കും. ഞങ്ങൾ എന്നുവെച്ചാൽ പപ്പ വീട്ടിൽ ഉണ്ടെങ്കിൽ മീനും എന്നേലും കാണും. അതുകൊണ്ട് ഞങ്ങളുടെ നോയമ്പെല്ലാം അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഞാൻ വലിയ, പക്ഷെ അമ്മ ഭയങ്കര ഭക്തിയോട് കൂടി എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ അമ്മ 8 നോയമ്പ് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്ക് എന്തോ ഒരു ക്രിസ്ത്യാനിയായി ഞാൻ പോലും നോയമ്പ് എടുക്കാതെ മറ്റ് മതക്കാർ നോയമ്പ് എടുക്കുന്നപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് 8 നോയമ്പ് നല്ല കൃത്യമായിട്ട് എടുത്ത് ഞാൻ മണ്ണാർക്കാട് പള്ളിയിൽ ആദ്യമായിട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ അമ്മയുടെ നാട്ടിലാണ്. ഇവിടെ കതിരപ്പള്ളിയിൽ അക്കരപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. 8 നോയമ്പ് എടുക്കുക അക്കരപ്പള്ളിയിലാണ് പോയി എല്ലാവരും നോയമ്പ് വിടാൻ പോകുന്നത്. അങ്ങനെയായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അക്കരപ്പള്ളിയായിരുന്നു എൻ്റെ മനസ്സ് ചോദിച്ചത്. അമ്മ പറഞ്ഞു മണ്ണാർക്കാടാണ് എല്ലാവരും പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ മണ്ണാർക്കാട് പള്ളി ആദ്യം പോകുന്നതും. ഇല്ല, ഞാൻ ക്രിസ്ത്യനാണ്, ഇതായിട്ട് അഹങ്കാരം കൊണ്ട് ഇതായിട്ട് പറയല്ലോ കേട്ടോ. ഞാൻ അത് ഓരോ ഞങ്ങളുടെ ഇതിൽ തന്നെയുണ്ട്, റോമനുണ്ട്, സീസയുണ്ട്, മർത്തോമയുണ്ട്, യാക്കോബയുണ്ട്. ഞങ്ങൾ റോമൻ കത്തോലിക്കരായിരുന്നു. അപ്പം അങ്ങനെ ഇതായിട്ട് ഇവിടുന്ന് ഞാനും അമ്മയുടെ കൂടെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയോട് അവരുടെ ഏറ്റവും കൂടുതൽ ശരിയാണ്, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ. അതുപോലെ ശബരിമലയ്ക്ക് ക്രിസ്ത്യൻസ് പോകത്തില്ലേ, മുസ്ലിംസ് പോകാറുണ്ടല്ലോ ശബരിമലയ്ക്ക്. എല്ലാം അതൊക്കെ നമ്മൾ ഒരു വിശ്വാസമാണ് നമുക്കതൊക്കെ. പുള്ളിക്കാരി പൊങ്കാല ഇടുന്നതിൻ്റെ ആദ്യമേ എല്ലാം പറഞ്ഞു വന്നിച്ച് അവസാനം കൊണ്ടുവന്ന് വെക്കുന്നതാണേ. അമ്പലത്തിൽ പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ ഷൂട്ടുണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ, അല്ലാതെ അമ്പലത്തിലൊന്നും പുള്ളിക്കാരി കയറുകയില്ല. ഒരു ഹിന്ദുവായ ഒരുത്തിനെ കല്യാണം കഴിച്ച് ഇത്ര നാളും കൂടെ ജീവിച്ച് ഒരു കുഞ്ഞും ഉണ്ടായതിന് കുഴപ്പമില്ല. ഹലോ രേണു, അതെ ഇപ്പൊ ഈ പൊങ്കാലിടാൻ ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരം റെനീഷ ഉണ്ടല്ലോ, റെനീഷ പൊങ്കാലിട്ടതിനെ തുടർന്ന് കുറെ സൈബർ ബുള്ളിങ് ഉണ്ടായല്ലോ, അപ്പൊ അതിനെ കുറിച്ച് രേണു? ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്ന ഓരോരുത്തരുടെ അല്ലേ, ഓരോരുത്തരുടെ മനസ്സിലാണ് വിശ്വാസം. ദൈവമല്ല, ദൈവമല്ല ഒന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം അങ്ങനല്ല, ദൈവം എല്ലാവർക്കും ഒന്നാണ്. പിന്നെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോരുത്തരുടെ വിശ്വാസമാണ്.
ആ കുട്ടിയുടെ വിശ്വാസം അത് ചെന്ന് പൊങ്കാല കിട്ടും. അതിനിപ്പം ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഇനി പൊങ്കാല ഇടുന്ന ആൾക്കാർ വരും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. രേണുവിന് അങ്ങനെ ഒരു പൊങ്കാല ഇടണമെന്നുണ്ട് അടുത്ത വർഷം പോയി, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. അമ്പലങ്ങളിലും എല്ലായിടത്തും ഞാന് ക്രിസ്ത്യൻ വിശ്വാസത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അമ്പലത്തിൽ പോകത്തില്ലെന്നല്ല, നമ്മൾ ഷൂട്ടിന്റെ ആവശ്യങ്ങൾക്കൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. എന്നിട്ട് പിന്നെ ഈ ചേച്ചി കല്യാണം കഴിക്കാൻ നടന്നത് മുസ്ലിമിനെ ആയിരുന്നല്ലോ. മുസ്ലിം കൊണ്ട് കാമുകനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ നടന്നത്. അതാ പറഞ്ഞു, ഇവർ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വ്യവസ്ഥയില്ല. ഇവർക്ക് എല്ലാ ദൈവത്തിലും ഒരു, എനിക്ക് എല്ലാ ഇതിലും ഒരേ വിശ്വാസം തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ അമ്പലത്തിലും പോകാറുണ്ട്, പള്ളിയിലും പോകാറുണ്ട്. അല്ലാതെ എനിക്കൊരു ഇനി ഒരു ഇതൊന്നുമില്ല. ഞാൻ വിളിക്കുന്നത് ഏത് ദൈവത്തിന് മുന്നിൽ ചെന്ന് ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും എനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഞാൻ എൻ്റെ ആവശ്യം എന്നാണോ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് അതെനിക്ക് സാധിച്ചു കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ്. ഇനി നമുക്ക് പുള്ളിക്കാരിയുടെ എല്ലാവരും പെയ്ഡ് ചെയ്ത് പോയി കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് പെയ്ഡ് ചെയ്ത് പോയി കണ്ട ആ ഒരു വീഡിയോയിനത് കാണാം. ഈ സൈഡിൽ കാണിക്കുന്ന സംഭവമായിരുന്നു എല്ലാവരും പോയി കണ്ടത്. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വരണം, ഞാൻ പുതിയതായിട്ട് തുടങ്ങുവാണ് എന്നും പറഞ്ഞ് ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ഫോട്ടോ ഇച്ചിരി കഴുത്തൊന്ന് ഇറങ്ങിയിരുന്ന ഫോട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കുന്നത്. അത്രയേ ഉള്ളൂ വന്നത്. അല്ലാതെ നമ്മുടെ പോയി കണ്ടത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മാസ്റ്റർ മൈൻഡ് മനു പോയി കണ്ടത്. മനു പറഞ്ഞു 45 രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് മനു പോയില്ല. മനു അതിനേക്കാൾ കൂടുതൽ പൈസയ്ക്കാണ് പോയി സബ്സ്ക്രൈബ് ചെയ്ത് പെയ്ഡ് ചെയ്ത് കണ്ടത്. എനിക്കൊന്ന് 189 രൂപയ്ക്ക് കണ്ടതെന്ന് മനു ചെയ്തത്. ഇപ്പോൾ അതിലും കൂട്ടിയെന്ന് പറയുന്നതായിട്ട്, അതിലും കൂട്ടി എനിക്കൊന്ന് 200 അങ്ങോട്ടൊക്കെ ആക്കിയെന്ന് പറയുന്നതായിട്ട്. അവർ പൈസ കൂട്ടിക്കൊണ്ടിരിക്കണം ആൾ കൂടുന്നതനുസരിച്ച്. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി കിട്ടുമെന്നും പറഞ്ഞാണ് എല്ലാവരും പോകുന്നത്. ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നാണെന്നറിയാം. ഇവരാദ്യമൊക്കെ ഇങ്ങനെ നൈസായിട്ട് നിന്ന് ഇങ്ങനെ ഇച്ചിരി കഴുത്തൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് ഒന്ന് ഇതായിട്ട് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഇതിനേക്കാൾ കൂടുതൽ കാണിക്കുന്നവരുണ്ട്, വേറെ പെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കും ഈ പുല്ല് ഇതിനകത്തൊക്കെ ഒന്നുമില്ല, എന്നാൽ പിന്നെ ഇത് കാണണ്ട, നമുക്കെന്നാൽ പോയി വേറെ കാണാം എന്നും പറഞ്ഞിട്ട് ഇവർ കാണാൻ പോകുമ്പോൾ ഇവരുടെ പെയ്ഡ് ഇത് കുറയുമ്പോഴത്തേക്ക് ഇവരെന്നാ ചെയ്യുന്നതെന്നറിയാം. ഇവരന്നേരം കാണിക്കേണ്ടതൊക്കെ കാണിച്ച് ഇവർ തുടങ്ങും. കാര്യം ഇതിൽ നിന്ന് പൈസ കിട്ടി. ഇവർക്കിപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ 1 ലക്ഷം രൂപ അടുപ്പിച്ച് ഇവർക്ക് കിട്ടി. അത്രയും കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒന്നാമത് പൈസയുടെ ആർത്തിയാണ്. അപ്പോൾ ഇത് കുറയുമ്പം ഇവർക്ക് ടെൻഷനും വെപ്രാളവും കയറും. അപ്പോൾ ഇവർ ഓർക്കും ഇതിനകത്ത് പെയ്ഡ് ചെയ്തല്ലേ കാണുന്നത്, അതുകൊണ്ട് ഇതാരും അറിയാൻ പോകുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഇവർ ചെയ്യും. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോക്കാരൻ ആരെങ്കിലും കയറിയിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ തന്നെ പോട്ടെ, അല്ലാതെ ആരെങ്കിലും പേടി ചെയ്ത് കയറിയിട്ടുണ്ടായിരിക്കും. അവരെന്നാ ചെയ്യും, അവരിതിൽ എന്നേലും ഒരു സ്ക്രീൻ റെക്കോർഡോ എന്നേലും എടുത്ത് ഇത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കും. അന്നേരമാണ് ഇവിടെ നാറാൻ പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ പിന്നെ തൊലിക്കെട്ടി ഭയങ്കരമായതുകൊണ്ട് എത്ര നാറിയാലും പുള്ളിക്കാരിക്ക് അതൊരു വിഷയമായല്ല. എല്ലാം മക്കളെ വളർത്താൻ എന്നും പറഞ്ഞിട്ട് ഇവരങ്ങ് ഇറങ്ങിത്തിരിക്കും. ഇവർ തുടങ്ങിയേക്കുന്നതിൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമല്ല ഒരിക്കലും. നല്ല ഉദ്ദേശമാണെങ്കിൽ ഇവർക്ക് ഇവർ മാന്യമായിട്ട് റീല് ചെയ്തായിരുന്നേ. ഇവർ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരു മാന്യമായിട്ട് റീല് ചെയ്തായിരുന്നു. ഇവർക്ക് ഇവരുടെ തോന്നിവാസം കാണിക്കാൻ വേണ്ടി ഒരു ഇതിന് വേണ്ടിയാണ് പെയ്ഡായിട്ട് വിളിച്ചത്. കാര്യം പെയ്ഡ് ഞാൻ കഴിഞ്ഞിട്ടൊരു വീഡിയോയ്ക്കകത്തൊരു പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ഹലോ, കുറച്ചൊന്നും ലേറ്റായിപ്പോയി, സാരല്ല. 8:30 മണിക്ക് വരും എന്ന് പറഞ്ഞു, പക്ഷേ 9:30 മണിയായി. എന്നാലും ശരി, നമുക്ക് തുടങ്ങിയാലോ. സബിൽ ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു റീല് ചെയ്യണത്. ആക്ച്വലി ഇനി സാധാ ഇതിൽ ലൈവ് വേണ്ട എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം അങ്ങനെ ഫ്രീ ആയിട്ട് താകുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് അപരാധം പറച്ചില്, വൃത്തികേട് പറച്ചില്, തെറി പറച്ചില്, ഫേക്ക് ഐഡിയും കൊണ്ടുവന്ന് വായി തോന്നുന്ന വൃത്തികേടുകൾ മുഴുവൻ പറച്ചില്. ഇതാകുമ്പോഴത്തേക്കും പൈസ കൊടുത്ത് സബ് ചെയ്യണവർ അവരവിടെ മാന്യമായിട്ടും മര്യാദയ്ക്കും എന്താ പറയുക നിലവാരത്തോട് കൂടിയിട്ടേ ബിഹേവ് ചെയ്യൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ അക്കൗണ്ടിൽ അത് 200 രൂപ വരുന്നുള്ളെങ്കിൽ അവരെ ഒരു 300 സംതിങ് ആണ് പോകണം. അവർക്ക് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, അപ്പം നമുക്ക് സബിൽ പൊളിക്കാം. ഇവർ പറഞ്ഞ എന്നാന്നുള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാകും. ഇവർ ഇങ്ങനെ ലൈവിലല്ലാതെ ഇവർ വരുമ്പം ഇവരെ ആൾക്കാർ ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവർ ഇവരെ തെറി വിളിക്കും. ഇവരെ തെറി വിളിച്ച് ഇപ്പം ഇപ്പം ഇത്രയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ രേണുവിനെ അങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കലും ഇവരെ ചീത്ത വിളിച്ചവരാരും അതിൽ പോയി കാണാനായിട്ട് പോകുകയില്ല. കാര്യം അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു കേട്ടോ, അവിടെ ഇവർ ഇങ്ങനത്തെ പെയ്ഡായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പൈസ മുടക്കി വരുന്നവർ അവർ 200 രൂപ മുടക്കിയാൽ 100 രൂപയ്ക്കുള്ളതെങ്കിലും ഇവർ കാണിച്ച് കൊടുക്കാറുണ്ട്.
അപ്പോൾ അവർക്ക് നഷ്ടമില്ല. അപ്പോൾ അവർ ചീത്ത വിളിക്കുകയില്ല. മുത്തേ, ചക്കര, മോനെ, തേനെ, പാല് ഇങ്ങനെയുള്ള വിളികളും മാത്രമായിരിക്കും. ഇപ്പം തന്നെ ഇവർ ഇത് പറയാൻ വന്നേക്കുന്നത് തന്നെ ഇവരുടെ അടിവസ്ത്രം കാണാവുന്ന രീതിക്കാണ്. ഞാനിപ്പോൾ നിങ്ങൾക്കത് കാണാൻ മേലാത്ത രീതി ഇട്ടേക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റത്. അവർക്ക് അവരുടെ അടിവസ്ത്രം കാണുന്ന രീതിയിലാണ്. അതുപോലെ അവർ ശരിക്കും ഇറക്കിയാണ് അവർ ഇട്ടേക്കുന്ന മേലിട്ടേക്കുന്ന ഡ്രസ്സ്. അങ്ങനെയാണ് അവർ ഇട്ടേക്കുന്നത്. ഇതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പം അതിനകത്തൂടെ കാണിക്കുന്നത്. അതിനകത്തൂടെ കാണിക്കുമ്പോഴത്തേക്ക് അത് കാണാൻ ആൾക്കാരുണ്ട്. അവരെ ചീത്ത വിളിക്കാൻ ആരുമില്ല. അവന് ഹാപ്പി, കാണാൻ വരുന്നവർ ഹാപ്പി, അവർക്ക് പൈസയും കിട്ടും. വരുന്നവർക്ക് ഞാനൊന്നും പറയുന്നില്ല, അങ്ങനെയുള്ളത് കിട്ടും. ഇത് കുറേ കഴിയുമ്പോൾ ഇത് തന്നെയാണ് വരും. രേണുവിൻ്റെ ഒരവസ്ഥ ഇതൊക്കെ തന്നെയായിട്ട് വരും. എത്രമാത്രം അധപ്പതിക്കാവോ അത്രയും മാത്രം അവർ ഇപ്പം തന്നെ അവർ അധപ്പതിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയും കൂടെ അവർ അധപ്പതിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇനി ഞാൻ പറയാമെന്നുള്ള കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിൾ പേയുടെ കാര്യം എടുത്ത് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ഇന്ന കാര്യം തന്നെയല്ല കേട്ടോ, വേറെ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യം നിങ്ങളൊന്ന് കയറി നോക്കുക. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് പെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ കളയരുത്. അല്ലാത്തതാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗൂഗിൾ പേക്കകത്ത് നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ കയറുക. ഗൂഗിൾ പേയുടെ എടുത്ത് ചിലത് പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്ക് QR കോഡ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഓട്ടോപേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓട്ടോപേ എന്ന് പറയുന്ന സംഭവം അതേ നിങ്ങൾ ഞെക്കുക. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നെ വരുന്നത് ലൈവ്, പെൻഡിങ്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് വരും. അത് നിങ്ങൾ ലൈവ് ഞെക്കുക. ലൈവ് ഞെക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ താഴെ കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും EMI എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് വരും. അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസവും അതിൽ നിന്ന് പോകാനായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യരുത്. ചെയ്യാതെ നിങ്ങൾക്കല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ല നോവലോ അല്ലെങ്കിൽ ഈ കുക്കു TV യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലുള്ള, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തൊഴിലിൻ്റെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ 10 രൂപ നിങ്ങൾ ചാർജ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെമോ കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറി നോക്കത്തില്ലേ, അങ്ങനെ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പെയ്ഡായിട്ട് വല്ല വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോക്കുക. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അന്നേരം ആ ക്യാൻസൽ ഓട്ടോപേ എന്നുള്ളത് നിൽക്കാൻ മതി. നിങ്ങളത് ഏത് ഇതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ച് അതിലേക്ക് ക്യാൻസൽ ഓട്ടോപേ എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോയിക്കോളും. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകത്തില്ല. ലോണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങനെ ക്യാൻസൽ ചെയ്ത് വിടരുത്. കാര്യം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാസം പൈസ പോകുന്നതാണ്. അത് പോകാതാകുമ്പോൾ നിങ്ങൾ പലിശ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യരുത്. അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ രേണുവിൻ്റെ സംഭവിച്ചിരിക്കുന്നതാണ്. 45 രൂപയ്ക്ക് പുള്ളിക്കാരി എല്ലാവരും പേ ചെയ്യാൻ പറയുന്നുണ്ട്. ആ പേ ചെയ്ത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അടുത്ത മാസം തൊട്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇവർ പിന്നെ മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ശ്രദ്ധിക്കാൻ. നിങ്ങൾക്ക് അങ്ങനെ ഇനിയൊരു കാര്യം നമ്മുടെ ഫോണിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് തന്നെയല്ല, ഏതാണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് വിടാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെയ്ഡ് കാര്യങ്ങളും ഒക്കെ ഇതാണ് രേണു ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചായയും പരിപ്പോടെയൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അത് ഇച്ചിരിയും കൂടെ ഒരു കൂടി വന്ന് ലാസ്റ്റ് ബിരിയാണി വരെ ആകുന്നൊരു അവസ്ഥ വരും. അന്നേരം നിങ്ങൾ ഇതുപോലെ പോയി പെയ്ഡ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രേണു ആരായിരുന്നു എന്നുള്ളത്. എന്നാലും ഇവരോട് യാതൊരു താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. ഇവരുടെ ഈ സ്വഭാവം രീതിയും വെച്ച് യാതൊരു താല്പര്യമില്ല. ഞാനും ഒരു പെണ്ണാണ്, അവരും ഒരു പെണ്ണാണ്. പക്ഷേ അവരൊരു പെണ്ണ് കാണിക്കുന്ന രീതികളൊന്നുമല്ല അവർ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്താലും ഞാൻ റിയാക്ട് ചെയ്യും. അത് ഇവർ തന്നെയല്ല, ആര് ചെയ്താലും ഞാൻ റിയാക്ട് ചെയ്യും. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് പറയാം. മറ്റൊരു വീഡിയോയിലൂടെ കാണാം നമുക്ക്.